ആദ്യം നമുക്ക് കുറച്ച് സെറ്റ്സ് ഓഫ് നമ്പേഴ്സ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിച്ച നമ്പർ, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മൾ എണ്ണാൻ പഠിച്ചത് എന്ത് നമ്പറാണ്? 1 2 3 അല്ലേ? അപ്പോൾ ആ നമ്പേഴ്സിൻ്റെ സെറ്റാണ് എന്ത്? നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് ആദ്യം മനുഷ്യൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു കൗണ്ട്, എണ്ണാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് 1, പിന്നെ ഒന്ന് കൂടി 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 അങ്ങനെ ഒരു നെവർ എൻഡിങ് സെറ്റ് ഓഫ് നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒപ്പം പിന്നെ കണ്ടുപിടിച്ച 0 എന്ന ഒരു നമ്പർ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് എന്ത്? ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സാണ് ഹോൾ നമ്പേഴ്സ് എന്ന ഗ്രൂപ്പിൽ വരുന്നത്. ഇനി ഇൻറ്റിജേഴ്സ് എന്താണ്? ഈ ഹോൾ നമ്പേഴ്സിലെ ഈ 1 2 3 ഈ നമ്പേഴ്സിൻ്റെയൊക്കെ നെഗറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് ഇൻറ്റീജേഴ്സ്. നെഗറ്റീവ് കൂടി ഇതിനോട് കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. അതായത് നെഗറ്റീവ് നമ്പേഴ്സ്, -3, -2, -1, 0, 1 2 3 എറ്റ്സിട്ര. ഇതാണ് എന്തെന്നറിയണത്? ഇൻറ്റീജേഴ്സ്. ഇറ്റ് ഈസ് നോൺ ആസ് ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് ഓൾസോ 0. ഇനി നമുക്ക് അറിയാം ഇതൊക്കെ ഹോൾ നമ്പേഴ്സാണ് അല്ലേ? ഇത് മൊത്തത്തിലൊരു നമ്പറാണ്, ഒരു ഹോളാണ്. ഇനി ഇതിൻ്റെ ഒരു പാർട്ട് കൂടി ഇതിൽ വരുമ്പോൾ എന്ത് വരും? ഫ്രാക്ഷൻസ് വരും അല്ലേ? ഇപ്പോൾ 1/2, 1ഉം ഒരു ഫ്രാക്ഷനായിട്ട് എഴുതാം അല്ലേ? ഏതൊരു ഇൻറ്റീജറിനെയും ഹോൾ നമ്പറിനെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫ്രാക്ഷനായിട്ട് എഴുതാം. 1നെ എങ്ങനെ എഴുതാം? 1, 1/1. ഇനി 2നെ എങ്ങനെ എഴുതാം? 2/1. -3നെ എങ്ങനെ എഴുതാം? -3/1. അപ്പോൾ ഏതൊരു ഇൻറ്റിജേഴ്സിനെയും നമുക്ക് ഫ്രാക്ഷനായിട്ടും എഴുതാൻ പറ്റും. ഡിനോമിനേറ്റർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് പ്രൈം നമ്പേഴ്സിനെ പറ്റി നോക്കാം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് ഓൺലി 2 ഫാക്ടേഴ്സേ കാണൂ, 2 ഫാക്ടേഴ്സേ ഉണ്ടാവൂ. ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ നമ്പറും പിന്നെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ആ നമ്പർ ഏതൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്താലും ആ ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ പ്രൈം നമ്പർ പ്രൊഡക്റ്റായിട്ട് വരുന്ന ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആ നമ്പറിൻ്റെ തന്നെയായിരിക്കും. എക്സാമ്പിൾ 2 എന്ന നമ്പർ പ്രൊഡക്റ്റായിട്ട് വരുന്നത് 2ൻ്റെ ടേബിളിൽ മാത്രമാണ് അല്ലേ? 2 × 1 = 2. അല്ലാതെ ഇവിടെ 2 പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന വേറെ ഏതെങ്കിലും നമ്പറിൻ്റെ ടേബിൾ ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ 3 × 1 മാത്രമാണ് 3 ആയിട്ട് എഴുതാൻ പറ്റൂ. ഇനി 3നെ വേറെ ഏതെങ്കിലും ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 3ഉം 1ഉം ആണ് 3യുടെ ഫാക്ടേഴ്സ്, 2ഉം 1ഉം ആണ് 2ൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രൈം നമ്പർ? 2 3 5 7 11 13 17 എറ്റ്സിട്ര. അപ്പോൾ 4 എടുത്തു കഴിഞ്ഞാൽ 4നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 × 4 എന്ന് മാത്രമല്ല, 4നെ നമുക്ക് 2 × 2 എന്നും എഴുതാം. അപ്പോൾ 4ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? ഫാക്ടേഴ്സ് ഓഫ് 4 ഏതൊക്കെയാണ്? 1 4 2. അപ്പോൾ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട് 4ന്. അതുകൊണ്ട് 4 എന്തല്ല? പ്രൈം നമ്പർ അല്ല. 4 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അപ്പോൾ പ്രൈം നമ്പർ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഇനി സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാ? 2 ആണ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ. ഈവൻ നമ്പർ ആയിട്ടുള്ള ഒരു പ്രൈം നമ്പർ ആകെ ഒന്നേ ഉള്ളൂ. ഓൺലി 1 ഈവൻ പ്രൈം നമ്പർ, ദാറ്റ് ഈസ് 2 ആണ് ഈവൻ പ്രൈം നമ്പർ. ബാക്കി എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് നമ്പേഴ്സാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇനി ഏതെങ്കിലും ഒരു ഈവൻ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് ഏതിൽ വരും? 2ൻ്റെ മൾട്ടിപ്പിളിൽ വരും. അപ്പോൾ ആ നമ്പറിൻ്റെ ഒരു ഫാക്ടറായിട്ട് എന്ത് വരും? 2 വരും. അപ്പോൾ ആ നമ്പർ എന്താവില്ല? പ്രൈം നമ്പർ ആവില്ല. എക്സാമ്പിൾ 6 എടുത്തു. 6 ഈവൻ നമ്പറാണ്. അതുകൊണ്ട് തന്നെ അത് എന്താണ്? 2ൻ്റെ ടേബിളിൽ ഉണ്ടാവും. 2 × 3. പിന്നെ 6നെ എങ്ങനെ എഴുതാം? 1 × 6. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 6 എന്ത് വരും? 1 2 3 6. അപ്പോൾ 2 ഫാക്ടേഴ്സ് ആണെങ്കിലാണ് അത് പ്രൈം നമ്പർ ആവുള്ളൂ. ഇത് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു 6 ഒരു പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ 2 മാത്രമാണ് പ്രൈം നമ്പേഴ്സിൽ ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പർ. ബാക്കി എല്ലാ പ്രൈം നമ്പറും ഓഡ് നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് കോ പ്രൈം നമ്പേഴ്സ്.
കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് നമ്പർ കോ പ്രൈം നമ്പേഴ്സ് ആവണമെങ്കിൽ അത് രണ്ട് നമ്പേഴ്സും എന്തായിരിക്കും, ഇൻറ്റീജേഴ്സ് ആയിരിക്കും. ഓൺലി വൺ ആസ് ദെയർ കോമൺ ഫാക്ടർ. ആ രണ്ട് നമ്പേഴ്സിനും കോമൺ ആയിട്ട് ഒരു ഫാക്ടറേ ഉണ്ടാവുള്ളൂ, വിച്ച് ഈസ് എ ഫാക്ടർ 1. ഒന്ന് മാത്രമായിരിക്കും അവ തമ്മിൽ ഷെയർ ചെയ്യുന്ന ഓൺലി കോമൺ ഫാക്ടർ. ഇനി ഈ രണ്ട് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കോ പ്രൈം ഡസ് ഇറ്റ് മീൻ ദാറ്റ് ദ നമ്പേഴ്സ് ആർ പ്രൈം നമ്പർ. കോ പ്രൈം മീൻസ് എന്താണ്, ദ നമ്പേഴ്സ് ഷെയർ ഓൺലി വൺ ആസ് ദെയർ കോമൺ ഫാക്ടർ. സോ ദീസ് നമ്പേഴ്സ് ക്യാൻ ബി പ്രൈം നമ്പർ ഓർ കോമ്പോസിറ്റ് നമ്പർ. ഡോണ്ട് നീഡ് ടു ബി പ്രൈം, ക്യാൻ ബി കോമ്പോസിറ്റ് നമ്പേഴ്സ്. സോ പ്രൈമും ആവാം കോമ്പോസിറ്റും ആവാം. ഈ രണ്ട് നമ്പേഴ്സിനും കോമൺ ആയിട്ട് ഒന്ന് മാത്രമേ ഫാക്ടർ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. എക്സാമ്പിൾ 4 and 15. 4ഉം 15ഉം പ്രൈം നമ്പേഴ്സാണോ? അല്ല. 4ഉം 15ഉം കോമ്പോസിറ്റ് നമ്പറാണ്. ബട്ട് 4 and 15 ആർ കോ പ്രൈം നമ്പർ ബിക്കോസ് 4 and 15 ഷെയർ ഓൺലി 1 ആസ് ദെയർ കോമൺ ഫാക്ടർ. 4ൻ്റെയും 15ൻ്റെയും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? 1 മാത്രമാണ്. 4ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2 and 4. 15ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 5 and 15. അപ്പോൾ ഈ രണ്ടെണ്ണവും കോമൺലി ഷെയർ ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ ഉള്ളൂ, ഓൺലി 1. അതുപോലെ തന്നെ 7 and 10. 7 ഒരു പ്രൈം നമ്പറാണ്, 10 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ 7ൻ്റെ ഫാക്ടേഴ്സ് ഏതാണ്? 1 and 7. ഫാക്ടേഴ്സ് ഓഫ് 10 ഏതാണ്? 1, 2, 5 and 10. അപ്പോൾ ഇവ രണ്ടും തമ്മിൽ കോമൺ ആയിട്ട് 1 മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. സോ 7 and 10 ആർ കോ പ്രൈം നമ്പേഴ്സ്. നെക്സ്റ്റ് റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു നമ്പറിനെ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നോ ആ നമ്പറിനെ റാഷണൽ നമ്പർ എന്ന് വിളിക്കാം. വേർ P and Q ആർ എന്താ, ഇൻറ്റീജേഴ്സ് ആൻഡ് ഓൾസോ കോ പ്രൈം നമ്പേഴ്സ്. Pക്കും Qവിനും കോമൺ ആയിട്ട് 1 മാത്രമേ ഫാക്ടർ ആയിട്ട് വരുള്ളൂ, which means P and Q are co-prime numbers. So any number that can be written in the form P/Q where P and Q are integers and co-prime numbers and also Q not equal to 0. Denominator 0 ആവരുത് because division by 0 is not defined. So Q cannot be 0. Q 0 ആവാം. ഏതൊക്കെ നമ്പേഴ്സ് റാഷണൽ നമ്പറിൽ പെടും? നാച്ചുറൽ നമ്പേഴ്സ് റാഷണൽ നമ്പറിൽ പെടും അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടും എന്തായി, ഇൻറ്റീജേഴ്സായി. P/Q ഫോമിൽ കിട്ടി അല്ലേ. ഹോൾ നമ്പേഴ്സിനും ഇപ്പോൾ 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 0/1, 0/2 എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇതും ഹോൾ നമ്പേഴ്സും റാഷണൽ നമ്പറിൽ പെടും, ഇൻറ്റീജേഴ്സും റാഷണൽ നമ്പറിൽ പെടും അല്ലേ. അപ്പോൾ ഈ മൂന്ന് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജേഴ്സ് വരുമ്പോൾ ഈ രണ്ട് സെറ്റും പിന്നെ നെഗറ്റീവ് നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇൻറ്റീജേഴ്സ് എല്ലാം എന്താണ്, റാഷണൽ നമ്പറാണ്. ഇനി വാട്ട് അബൌട്ട് ദ ഫ്രാക്ഷൻസ്? ഫ്രാക്ഷൻസ് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ ഫ്രാക്ഷൻസും എന്താണ്, റാഷണൽ നമ്പർ അല്ല. അങ്ങനെ ഒരു നിർബന്ധമില്ല. ഫ്രാക്ഷൻസ് ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡെസിമൽ പാർട്ട് അവസാനിക്കണതാണ്. എവിടെയെങ്കിലും ഒരു എൻഡിങ് ഉണ്ടെങ്കിൽ അത് റാഷണൽ നമ്പർ ആയിരിക്കും. ഡെസിമൽ പാർട്ട് ഇനി അവസാനിക്കുന്നില്ല, ഇത് ഏതെങ്കിലും ഒരു നമ്പർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അതും റാഷണൽ നമ്പർ ആയിരിക്കും. ഇനി ഒരു പാറ്റേണും ഇല്ല, ഒരു നമ്പറും കണ്ടിന്യൂ ചെയ്യണില്ല, പക്ഷെ അവസാനിക്കുന്നുമില്ല എന്നുണ്ടെങ്കിൽ അത് റാഷണൽ നമ്പർ അല്ല. ഫ്രാക്ഷൻ ഒരു റാഷണൽ നമ്പർ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ പാർട്ട്, അതായത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം കറക്റ്റ് എൻഡിങ്, അതായത് കറക്റ്റ് എണ്ണം നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഡെസിമൽ പാർട്ട് എൻഡിങ് ആണോ അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ റാഷണൽ നമ്പർ ആയിരിക്കും. ഇനി ഡെസിമൽ പാർട്ടിന് ഒരവസാനം ഇല്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡിവിഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോൺ ടെർമിനേറ്റിംഗ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം റിപ്പീറ്റിംഗ് ആണ്, ഏതെങ്കിലും നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും റാഷണൽ നമ്പറിൽ പെടും. അതർവൈസ് അത് റാഷണൽ നമ്പർ അല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3/4 എന്ന ഫ്രാക്ഷൻ എടുത്തു. അതിനെ ഡിവിഷൻ എങ്ങനെ ചെയ്യാം? 3 ഡിവൈഡഡ് ബൈ 4. 4ൽ 3, അപ്പോൾ 0.2 0 ഇട്ടു. 30ൽ 3 എത്ര വട്ടം? 7 ടൈംസ് 28, 2 കിട്ടി. 0 ഇട്ടു. 20ൽ 5 ടൈംസ് 20, 0.
സോ 3/4 ഈക്വൽ ടു എന്ത് കിട്ടി? 0.75. അപ്പോൾ ഇതിലെ ഡെസിമൽ പാർട്ട് ഏതാ? ഇതാണ് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള 2 ഡിജിറ്റ്സ് ആണുള്ളത്. അപ്പോൾ 2 ഡിജിറ്റ്സേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ടെർമിനേറ്റിംഗ് ആണ്. ഡെസിമൽ പാർട്ട് എന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയേ. 1/3. 1 ഡിവൈഡഡ് ബൈ 3. 1ൽ പോവില്ല, അപ്പോൾ പോയിൻ്റ് ഇട്ട് കൊടുത്തു. 10. 3 ടൈംസ് 9. വീണ്ടും 1 വന്നു, 0 ഇട്ട് കൊടുത്തു. 3 ടൈംസ് 9. വീണ്ടും 1 വന്നു, 0 ഇട്ട് കൊടുത്തു. 3 ടൈംസ് 9. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതും അവസാനിക്കേയില്ല. ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താണ്? റിപ്പീറ്റിംഗ് ആണ്. ഒരേ നമ്പർ തന്നെ എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതും ഇറാഷണൽ നമ്പേഴ്സ് എന്താണ്? ഡെസിമൽ പാർട്ട് നോൺ ടെർമിനേറ്റിംഗ് അല്ലെ, അതോടൊപ്പം തന്നെ നോൺ റിപ്പീറ്റിങ്ങും. അവസാനിക്കാനും പാടില്ല. അതുപോലെ തന്നെ ഒരു പാറ്റേണോ ഒരു നമ്പറോ റിപ്പീറ്റ് ചെയ്ത്, പാറ്റേൺ മീൻസ് എന്താണ്? ഇപ്പോൾ ഇങ്ങനെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 215 ഇങ്ങനെ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് എന്ത് നമ്പറായിരിക്കും? റാഷണൽ നമ്പറായിരിക്കും. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്ന ഡെസിമൽ പാർട്ടാണെങ്കിൽ അത് ഇറാഷണൽ നമ്പറിൽ പെടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇറാഷണൽ നമ്പറിൻ്റെ എക്സാമ്പിൾസ് സ്ക്വയർ റൂട്ട് 2, സ്ക്വയർ റൂട്ട് ഓഫ് 3, സ്ക്വയർ റൂട്ട് ഓഫ് 5, പൈ എറ്റ്സെട്രയാണ് ഇറാഷണൽ നമ്പറിൻ്റെ എക്സാമ്പിൾസ്. ഇനി 22/7 ഒരു ഫ്രാക്ഷനാണ്. ഈ ഫ്രാക്ഷൻ ഇറാഷണൽ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യണേ? 22 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? കോഷ്യൻ്റ് 3.14285 എറ്റ്സെട്ര. ഈ ഡിവിഷൻ കഴിയണില്ല. ഡിവിഷൻ എന്താണ്? നെവർ എൻഡിങ് ആണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഡെസിമൽ പാർട്ട് എന്തായിരിക്കും? ഡെസിമൽ പാർട്ട് നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഡെസിമൽ പാർട്ട് നോൺ ടെർമിനേറ്റിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം എന്താ? നോൺ റിപ്പീറ്റിംഗ് ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഇവിടെ ഫസ്റ്റ് 1 വന്നു, പിന്നെ 4, പിന്നെ 2, പിന്നെ 8, പിന്നെ 5 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് ഓൾസോ നോൺ റിപ്പീറ്റിംഗ്. അതുകൊണ്ട് ഇതിൽ വരും? ഇറാഷണൽ നമ്പറിൽ വരും. ഇനി ഫൈനലി റിയൽ നമ്പേഴ്സ്. എന്താണ് റിയൽ നമ്പേഴ്സ്? ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം എന്താണ്? റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിൽ ഏതൊക്കെ നമ്പേഴ്സ് വരും? റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. റിയൽ ആയിട്ടുള്ള നമ്പേഴ്സ്. അപ്പോൾ ഇമാജിനറി നമ്പേഴ്സ് ഉണ്ട്. റിയൽ അല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. അത് നിങ്ങൾ +1 +2 പഠിക്കും. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻ ബി റെപ്രസെൻ്റ് ഓൺ ദ നമ്പർ ലൈൻ. ഇനി ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്? റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിൽ പെടും.